മഴയത്തൊരു വ്ളോഗ്. ചേച്ചി എന്നോട് എന്തോ വേണമെന്ന് ചോദിച്ചു. എവിടെ നോക്കിയാലും എങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ പോലും നല്ല അടിപൊളി വിഷ്വൽസ് ആണ്. പനി പിടിക്കോ പിടിക്കാതിരിക്കോ അത് പിന്നത്തെ കാര്യം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ അഖിൽ ആനന്ദ് സാഗർ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ലാൽബാഗ് ഗാർഡനിലാണ്. ഇത് ബാംഗ്ലൂരിൻ്റെ ഹേർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ 240 ഏക്കറിലായിട്ട് പരന്ന് കിടക്കുന്ന ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. അതുപോലെ തന്നെ 1876 അതിലുൾപ്പെടെ അതിൽ കൂടുതൽ മരങ്ങളും പ്ലാന്റ്സും അതുപോലുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചൊരു പാർക്കാണ് ശരിക്കും ആക്ച്വലി. അപ്പോൾ എന്താ പറയുക, ബാംഗ്ലൂരിലെ ബേസിക്കലി എല്ലാവരും വന്ന് പോയിട്ട് ഒരു വൺ ഡേ ഔട്ടിങ്ങിനൊക്കെ പോകുന്ന അല്ലെങ്കിൽ വരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാൻ പറ്റുന്നുണ്ട്, അത് നമ്മുടെ നാട്ടുകാരനല്ല. ആ മരം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഒറിജിനുള്ള ഒരു മരമാണ്. എലിഫൻറ്റ് ഇയർ ട്രീ, അതായത് ആനച്ചെവി മരം എന്ന് വേണേൽ പറയാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. അപ്പോൾ മഴ വന്നതുകൊണ്ട് ഞാൻ ഈ എലിഫൻറ്റ് ഇയർ ട്രീയുടെ ചോട്ടിൽ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊരു ആഫ്റ്റർനൂൺ റൈഡായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. നമ്മൾ ഒരാഴ്ചത്തോളം നമ്മൾ കണ്ടിന്യൂസ് വർക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓഫ് ഡേ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീട്ടിനകത്ത് നമുക്കറിയാം പാൻഡമിക് ഒക്കെ വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി നടക്കാനോ അങ്ങനെ എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ പ്രകൃതിയുണ്ട്, മരങ്ങളുണ്ട്, കിളികളുണ്ട്. നമ്മുടെ എന്താ പറയുക, മനസ്സിനൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു റിഫ്രഷ്മെൻ്റ് ആക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നമ്മുടെ വീടിനകത്തും വീടിനടുത്തും പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഓൾ യു നീഡ് ടു ഡു ഈസ് ഗൂഗിൾ എടുക്കുക. ഇതുപോലുള്ള പാർക്കുകൾ നമ്മുടെ വീടിനടുത്തോ അല്ലെങ്കിൽ പരിസരത്തോ ഉണ്ടാവാം. ജസ്റ്റ് ചിലപ്പോൾ നമ്മൾ അടുത്ത്, എനിക്കിപ്പോൾ ഇതൊരു 24 കിലോമീറ്ററാണ്, അതായത് ഒരു 1 hour ഡ്രൈവേ ഉണ്ടായുള്ളൂ. അപ്പോൾ നേരെ ഞാൻ കാറെടുത്തു ഇങ്ങ് പോന്നു. പക്ഷേ ഇവിടെ വരുന്ന ആ വ്യൂ, അത് ഞാൻ പറഞ്ഞല്ലോ, ആ ഡ്രൈവിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് വരുന്നുണ്ടെങ്കിൽ ആ വ്യൂ അതിന് വർത്തിയാണ്. അതായത് നമ്മൾ അടച്ചുപൂട്ടി മുറിക്കാതിരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഫാർ ബെറ്ററാണ് നമ്മൾ ഇതുപോലത്തെ പ്ലേസസ് വിസിറ്റ് ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ മലയാളികളുടെ ഇടയിലും ഈ സ്ഥലം ഭയങ്കര ഫേമസ് ആണ്. ഇനി നിങ്ങൾ ബാംഗ്ലൂർ വന്നിട്ടില്ല, ബാംഗ്ലൂർ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട ഒരു മെയിൻ പ്ലേസാണ് ലാൽബാഗ് ഗാർഡൻ. ഇത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് അധികം ദൂരെയൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാവുന്നേ ഉള്ളൂ. ഒരു അഡൾട്ടിന് 30 രൂപയാണ് നമ്മളിവിടെ എൻട്രി ചാർജ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ വരുന്നവരുടെ അടുത്ത് ഒരു ഇതും കൂടെ പറയാനുണ്ട്. കാരണം കയ്യിൽ ക്യാഷ് കരുതിയിട്ട് വരിക, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം ഇവർ കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല, പിന്നെ UPI അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ ATM കാർഡും വെച്ചുകൊണ്ട് നമ്മൾ ATM കൗണ്ടറും ATM അതുപോലുള്ള സാധനങ്ങളൊക്കെ തപ്പി നടക്കേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. പിന്നെ പാർക്കിംഗ്, നിങ്ങൾ കാറും കൊണ്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കാർ പാർക്കിങ്ങിന് 2 സ്ഥലങ്ങളുണ്ട്. അവിടെ 1 മണിക്കൂറിന് 40 രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റാഫ് പാർക്കിങ്ങിൽ കയറ്റിയിട്ടു. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു സിറ്റി ലൈഫിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ളവർ, ഞാൻ പറയട്ടെ, കേരളത്തിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലുള്ള സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ മൈൻഡിന് ഒരു റിലാക്സേഷൻ കിട്ടാനായിട്ട്. ഫ്രണ്ട്സായിട്ട് വരാനാണെങ്കിലും ഒറ്റയ്ക്ക് വരാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂരിലെ ഈ ലാൽബാഗ് ഗാർഡൻ. ഗൈസ്, മഴ ആയതുകൊണ്ട് ഞാനിവിടെയുള്ള ഏതോ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല മഴയാണ്. എന്തെങ്കിലും ക്യാമറ എടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് ഒടുക്കത്തെ മഴയായിരിക്കും. ഇനി മഴയത്തേക്കൂടെ ഉള്ള ഓട്ടം, അതൊരു പുതിയ തരം ഭ്രാന്താണ്. അപ്പോൾ നമുക്ക് ഓടാം. പിന്നെ 100 രൂപ കൊടുത്ത് പാർക്കിങ്ങും 30 രൂപ കൊടുത്ത് ഞാൻ എൻട്രിയും കൊടുത്തിട്ട് എനിക്ക് 240-നകത്തൊരു 1 കിലോമീറ്റർ പോലും ഞാൻ ഓടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നടന്നില്ലെങ്കിൽ
ഈ സ്ഥലങ്ങൾ ഞാൻ കണ്ടില്ലെങ്കിൽ മോശമല്ലേ, നഷ്ടമല്ലേ? ആൻഡ് ഞാനിപ്പോൾ ഓടിയത് നമ്മുടെ ക്യാമറയുടെ 4K 60 FPS ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള റോക്ക് സ്റ്റഡി എന്ന് പറഞ്ഞ സ്റ്റെബിലൈസേഷൻ വർക്കിംഗ് ആണോ എന്നുള്ള ടെസ്റ്റാണ്. സോ നല്ല മഴ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു നഷ്ടമാവും. ഇതുവരെ നിങ്ങൾ ബാംഗ്ലൂർ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ബാംഗ്ലൂർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. ബിലീവ് മീ ഗായ്സ്, ഇവിടെ 1800 മേലെ പ്ലാന്റ് സ്പീഷീസ്, ചെടികൾ, മരങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നട്ട് വളർത്തുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ പടുകൂറ്റൻ മരങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടാവും? ആരുടെയൊക്കെ ഭരണങ്ങൾ, ഈ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ ചേഞ്ചുകൾ, ഇതെല്ലാം വിറ്റ്നസ് ചെയ്തിട്ടുണ്ടാവാം. സോ ഗൈസ്, ഒരു മഴ നനഞ്ഞ ഫീല് എങ്ങനെയുണ്ട് വീഡിയോ കണ്ടിട്ട്? നിങ്ങൾക്ക് മഴ നനഞ്ഞ ഫീല്? ചേച്ചി എന്നോട് എന്തോ വേണമെന്ന് ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇവിടെ നമുക്കൊരു വലിയ പടുകൂറ്റം മരം നമുക്കിവിടെ കാണാം. അതിൻ്റെ ഫുള്ള് വിഷ്വൽ കണ്ടോ? ഒരു പടുകൂറ്റൻ മരം. അപ്പോൾ നമുക്കിതിൻ്റെ പേരെന്താണെന്ന് പോയി വായിക്കാം. ഇവിടെ നിന്ന് ഇതിവിടെ നടക്കാൻ പറ്റുമെന്തോ? മൊത്തം ചെളിയാണ്, ചെളി, പിന്നെ കല്ല്, മുള്ള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എങ്ങനെയാണോ ആ മരങ്ങൾ അവിടെ നിന്നിട്ടുള്ളത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുകയാണ്. വൈറ്റ് സിൽക്ക് കോട്ടൺ കാപ്പോക്ക്. പിന്നെ ഇത് എവിടെ നിന്നാണ് വന്നേക്കുന്നത്? ബർമ എന്നുള്ള സ്ഥലത്തു നിന്നാണ്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ബോർഡ് കാണാൻ പറ്റുന്നുണ്ടാവും, വൈറ്റ് സിൽക്ക് കോട്ടൺ. ഇനി നമുക്ക് അടുത്ത വലിയൊരു മരം നമുക്ക് കാണാൻ പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വരുന്ന ചാർജസോ അതൊന്നും നമുക്ക് എന്താ പറയുക, വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഈ വിഷ്വൽ കാണാം. ഈ മരം കണ്ടോ? നല്ല ഭംഗിയില്ല അതിൻ്റെ പുറകിൽ കാണാൻ. പിന്നെ പണ്ട് നമ്മുടെ ദൂരദർശൻ ചാനലിനകത്ത് ഒരു സംഭവങ്ങൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ ടൈറ്റിൽസിൽ കണ്ടുകൊണ്ടിരുന്ന പോലത്തെ ഒരു മരം നമ്മൾ ഇവിടെ കണ്ടു. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തിരിയാം. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നതാണ് അങ്ങനത്തെ ഒരു മരം. അതെന്ത് മരമാണെന്ന് നമുക്ക് പോയി ഇനി പേര് നോക്കേണ്ടി വരും. അപ്പോൾ ഇത് ഫുഡ് സോൺ ആണെന്നാണ് പറയുന്നത്. ഫുഡ് സോൺ, ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള എന്തോ സോണാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ മഴയും നനഞ്ഞ് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വെയിലായിരുന്നെങ്കിൽ പോലും നമുക്ക് ഇത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ വിഷ്വൽസ് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ഇതിലും കാണാൻ പറ്റുന്നുണ്ടാവും. ഞാനിങ്ങനെ കൈ നീട്ടി പിടിച്ചിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. സോ അപ്പോൾ കുറച്ചുകൂടെ വൈഡ് വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു വാക്ക് വേ ആണ്. എവിടെ നോക്കിയാലും എങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ പോലും നല്ല അടിപൊളി വിഷ്വൽസാണ്. നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ള വ്ളോഗേഴ്സ് ഇത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്ര നേരം മഴയത്ത് നനഞ്ഞുകൊണ്ടുള്ള വ്ളോഗിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മഴ ഏകദേശം മാറിയിട്ടുണ്ട്. ആ മൂടി നിൽക്കുന്ന അന്തരീക്ഷവും
ഇവിടെയുണ്ട്. നല്ല ഫ്രഷ് എയറാണിപ്പോൾ. ആ പൊടിയും എല്ലാം എന്തെങ്കിലും അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ടാവും. സോ ഈ ഒരു തരത്തിലുള്ള ഒരു വിഷ്വൽ കിട്ടണം എന്ന് ദൈവനിശ്ചയം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ മഴ പെയ്തത്. ഇനി ഇവിടെ ഇപ്പോൾ ഒരു ടൂർ ഗൈഡോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. നമ്മളായിട്ട് നടന്ന് നമ്മളായിട്ട് കണ്ടുപിടിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളാണ് കൂടുതലും. ഇപ്പോൾ ഈ മരം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഫേമസ് ആയിട്ട് നമുക്ക് എൻ്റെ വീട്ടുമുറ്റത്ത് വരെ ഉണ്ട്. ഇത് നമ്മുടെ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ഗുൽമോഹർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വാഗമരമാണിത്. ചുമന്ന പൂക്കളുണ്ടാവുന്ന. ഇതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അങ്ങനെ എന്താ പറയുക മറ്റേ കായം അല്ലെങ്കിൽ പൂവോ ഒന്നുമില്ല. ചുമന്ന പൂക്കളുണ്ടാവുന്ന ഒരു പൂ ഇവിടെ കണ്ട് കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരു ചീഞ്ഞു പോയ ഒരു പൂവാണ്, ചുമന്ന കളറ്, ഗുൽമോഹറാണ്. പിന്നെ ഇത് അതിൻ്റെ തന്നെ വേറെ ഒരു വെറൈറ്റിയാണ്. ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറ് വെറൈറ്റിയാണിത്. ഇത് അതിൻ്റെ അങ്ങനെ ചേർത്താണ് നട്ടേക്കുന്നത്. വാഗമരങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ്. നമുക്ക് ഞാൻ പറയട്ടെ, ഒരു ടെൻഷനുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സ് പിടിച്ചിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ 4 കൂടിയ ഒരു മുറിക്കുള്ളിലിരുന്ന് നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ടി വിയിലുള്ള അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ നമ്മുടെ സമയം കൊല്ലുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ ശേഷം നമുക്കുണ്ട് ഇല്ലേ. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് നമുക്ക് വീടിനകത്ത് തന്നെ ഇരുന്ന് സമയം കളയാനുള്ള. കാരണം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായി മാറിക്കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ മിസ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ പറയട്ടെ, ഇവിടെ ഈ ലാൽബാഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അധികം മാത്രം നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. മനുഷ്യൻ വന്ന് അവിടെ പ്ലാസ്റ്റിക് അതുപോലുള്ള വേസ്റ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ട് വൃത്തികേടാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവരെ അത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം 1894 അതിനും മേലെ സ്പീഷീസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതങ്ങനെ തന്നെ നിലനിർത്തുക. അതിനിപ്പോൾ 300 വർഷം പഴക്കമുള്ള മരങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. സോ ഹാറ്റ്സ് ഓഫ് ടു ബാംഗ്ലൂരു. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈൻ മരങ്ങളാണ്. സോ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ വരാൻ സൺഡേ അങ്ങനെയുള്ള ഡേറ്റ്സ് ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. നല്ല ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒട്ടും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ നെയിം അഖിൽ ആനന്ദ് സാഗർ എന്നാണ്. ഇനി ഇതുപോലത്തുള്ള വ്ളോഗ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. സോ വീണ്ടും കാണും വരെ ബൈ.